ഇളവിന് വേണ്ടി കേരളം സുപ്രീം കോടതിയിലേക്ക്. കാരണം കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിൽ എല്ലാ അധ്യാപകർക്കും കേരള ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റ് അല്ലെങ്കിൽ കേട്ടറ്റ് പാസ്സായിരിക്കണം. ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റ് പാസ്സായിരിക്കണമെന്ന് സുപ്രീം കോടതിയുടെ വിധിയാണ്. അത് സർവീസിലുള്ള 5 വർഷത്തിന് മേൽ സർവീസുള്ള എല്ലാ അധ്യാപകരും ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റ് പാസ്സായിരിക്കണം. പാസ്സായില്ലെങ്കിൽ 2 വർഷത്തിനുള്ളിൽ പാസ്സായില്ലെങ്കിൽ ജോലിയിൽ നിന്നും പിരിച്ചുവിടാനാണ് സുപ്രീം കോടതി വിധി. സുപ്രീം കോടതി വിധിയാകുമ്പോൾ ഇന്ത്യയിലുള്ള എല്ലാ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശത്തുള്ളവർക്കും ഇത് ബാധകമാണ്. പിന്നെ സുപ്രീം കോടതി വിധി ആയതുകൊണ്ട് തന്നെ പിന്നെ അപ്പീൽ പോകാനുള്ള പ്രൊഫഷനില്ല. പിന്നെ ഇതിന് കേരള ഗവൺമെൻറ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് ഇത് റിവ്യൂ ഹർജി കൊടുക്കാൻ, പുനഃപരിശോധന ഹർജി കൊടുക്കാനാണ് കേരള ഗവൺമെൻറ് തീരുമാനിച്ചിരിക്കണം. ഈ സുപ്രീം കോടതി വിധി വന്നിട്ട് 2 മാസമായി. മന്ത്രി ശിവൻകുട്ടിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം കൂടി അഡ്വക്കേറ്റ് ജനറലുമായിട്ട് സമീപിച്ചിട്ട് സുപ്രീം കോടതിയിൽ ഇതിന് പുനഃപരിശോധന ഹർജി കൊടുത്തിട്ട് ഈ 2012 മുമ്പ് ജോലിക്ക് കയറിയ അധ്യാപകർക്ക് ഒരു ഇളവ് കിട്ടണം എന്ന് പറഞ്ഞിട്ട് ഒരു പുനഃപരിശോധന ഹർജി കൊടുക്കാനേ പറ്റും. പക്ഷേ അതെന്തുമാത്രം വിജയിക്കും എന്ന് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. ഇനി എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ കോളേജ് അധ്യാപകർക്ക് ഇതുപോലെ PhD UGC നിലവിൽ വന്നപ്പോൾ PhD അതിന് നിർബന്ധമാക്കിയത് UGC അധ്യാപകരാണ്. അപ്പോൾ പ്രായമായ അധ്യാപകർക്ക് പിന്നെ PhD എടുക്കുക എന്ന് പറഞ്ഞാൽ അതിന് പ്രായോഗികമല്ലാത്ത കാരണം അന്നത്തെ കേരള ഗവൺമെൻറ് അവർക്ക് MPhil പാസ്സായിട്ട് അതിന് പഴയ അധ്യാപകർക്ക് MPhil പാസ്സായിട്ട് UGC സ്കെയിൽ കൊടുക്കാനുള്ള ഒരു നടപടിയിലേക്ക് നീങ്ങുകയായിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ സുപ്രീം കോടതി പോയാൽ ഇത് പ്രതികൂലമായിട്ടാണ് ബാധിക്കുന്നതെങ്കിൽ കേരള ഗവൺമെൻറ് ഒന്ന് ചെയ്യാം, ഈ കേട്ടറ്റ് അവർക്ക് സർവീസുള്ളവർക്ക് കേട്ടറ്റിന് മാർക്കിന് ഇളവ് കൊടുത്തുകൊണ്ട് അവരെ ഉൾപ്പെടുത്താനേ പറ്റും. അതുകൂടി ഈ അധ്യാപക സംഘടനാ നേതാക്കന്മാർ ഇത് മന്ത്രിക്ക് ഉപദേശിച്ചു കൊടുത്താൽ കൊള്ളാം. അധ്യാപക യോഗ്യതയായ കേട്ടറ്റ് ഇത് നിലവിൽ വന്നത് 2012. അപ്പോൾ 2012 മുമ്പുള്ള അധ്യാപകർക്ക് ഈ കേരള ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റ് പാസ്സാതെ തന്നെ അവർക്ക് PSC നിയമനം കിട്ടിയതാണ്. അപ്പോൾ അവർക്ക് ഇത് എക്സംഷൻ കൊടുക്കുന്നത് സുപ്രീം കോടതിക്ക് വേണമെങ്കിൽ ചെയ്യാവുന്നതാണ്. കാരണം എന്ന് വെച്ചാൽ അവർ PSC എഴുതുമ്പോൾ ഇങ്ങനെ ഒരു നിർദ്ദേശം ഇല്ല. അത്രത്തോളം കാലം ഒരു നിയമം ഉണ്ടാക്കുമ്പോഴും മുൻകാല പ്രാബല്യം വരാൻ പാടില്ല എന്നാണ്. പക്ഷേ ഈ അധ്യാപക യോഗ്യത ആയതുകൊണ്ട് നമുക്കത് സുപ്രീം കോടതി എങ്ങനെയാണത് നിരീക്ഷിക്കുന്നതെന്ന് നമുക്കറിയത്തില്ല. 2012 ഏപ്രിൽ മുതലാണ് ഈ കേരള ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റ് നിലവിൽ വന്നത്. അതിനുശേഷമുള്ളത് PSC കേട്ടറ്റ് പാസ്സായവർക്കാണ് ഇപ്പോൾ അധ്യാപക യോഗ്യതയായ PSCക്ക് എഴുതാൻ പറ്റൂ. ഓക്കെ.